കൂട്ടുകാർക്ക് എല്ലാവർക്കും ടഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആർക്സ്ഡ് ഇൻ CGL ടയർ 1 നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. എല്ലാവരും ക്വസ്റ്റ്യൻ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക, അതിന് ശേഷം മാത്രം വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കാണാം. അപ്പോൾ ഇവർ പറഞ്ഞനുസരിച്ച് മെയിലിൻ്റെ എണ്ണം എത്ര ശതമാനം കുറഞ്ഞു? 5%. ഫീമെയിലിൻ്റെ എണ്ണം എത്ര ശതമാനം കൂടി? 10% കൂടി. മൊത്തത്തിൽ എത്ര ശതമാനം കൂടി നിങ്ങൾ നോക്കി? 25,000, 25, 250. 250 എന്ന് പറഞ്ഞാൽ 1% അല്ലേ? 1% കൂടിയിരിക്കുന്നത്. ഇത് വെച്ച് അലിഗേഷൻ ചെയ്താൽ നിങ്ങൾക്ക് അവരുടെ റേഷ്യോ കിട്ടും. അത്രയേ ഉള്ളൂ. ഇവരുടെ വ്യത്യാസം 6, ഇവരുടെ വ്യത്യാസം 9. അപ്പോൾ 3:2 എന്നുള്ള റേഷ്യോയിലാണ് അവർ കട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് മെയിലല്ലേ അറിയേണ്ടത്? ഇവിടെ മെയിൽ, ഇവിടെ ഫീമെയിൽ അല്ലേ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ 5 പാർട്ട്. 5 പാർട്ട് 25,000. അപ്പോൾ 1 പാർട്ട് 5,000. അപ്പോൾ 3 പാർട്ട് എന്ന് പറയുന്നത് 15,000. ഓക്കെ, അതാണ് ആൻസർ. റെഡിയാണല്ലോ? ഇനി വേറെ ഒരു പരിപാടിയും കൂടെ ഉണ്ട്. ഇവരുടെ എണ്ണം കിട്ടിയില്ലേ? 3 പാർട്ട് ഡിവൈഡ് ആവുന്ന, സോറി അത് നടക്കില്ല, 2 ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, മനസ്സിലായില്ല എല്ലാവർക്കും? നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റിലോട്ട് പോവാവേ. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ എല്ലാവരും വായിച്ച് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കാണാം. ഓക്കെ, അപ്പോൾ ഇത് പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും രണ്ടെണ്ണത്തിൻ്റെ ആവറേജ് തേർഡ് വട്ടം ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പേഴ്സാണ് 180, 168, 150 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. ഓക്കെ, ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ അവസാനം 8, 8, 6, 14, 5, 19, ക്യാരി 1, പിന്നെ 3, 4, 498 എന്ന് കിട്ടും. ഓക്കെ, ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കി, 2 നമ്പേഴ്സിൻ്റെ ആവറേജ് മൂന്നാമതായിട്ടുമല്ലേ ആഡ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ B+C/2 + A പ്ലസ് A+C/2 + B അല്ലേ? A/2 A/2. അപ്പോൾ A വീണ്ടും A ആഡ് ചെയ്തപ്പോൾ എത്ര? 2A ആയി. അതുപോലെ തന്നെ B/2 B/2 വീണ്ടും B, അപ്പോൾ എത്ര? 2B ആയി, 2C ആയി. അപ്പോൾ A+B+C എന്ന് പറയുന്നത് അതിൻ്റെ പകുതിയല്ലേ? ഇനി നമുക്ക് ഇവരുടെ ആവറേജ് അല്ലേ വേണ്ടത്. അപ്പോൾ നിങ്ങൾ നേരെ ഇവരുടെ ആവറേജ് എന്ന് പറയുന്നത് /3 ആണ്. അത് കിട്ടാൻ 498/6 അങ്ങ് ചെയ്താൽ മതി. ഓക്കെ, 6 × 48, പിന്നെ 6 × 3 18, 83 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവരും വായിച്ച് ട്രൈ ചെയ്ത് നോക്കുക, അതിന് ശേഷം മാത്രം വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കാണാം. ഓക്കെ, അപ്പോൾ എന്തൊരു പറഞ്ഞിരിക്കുന്നത്? ആദ്യത്തത് 20% പ്രോഫിറ്റിൽ വിറ്റു. സെല്ലിംഗ് പ്രൈസ് 72 ആണെങ്കിൽ കോസ്റ്റ് പ്രൈസ് 60 ആയിരിക്കും. രണ്ടാമത്തത് വിറ്റത് 60-ലാണ്, 25% പ്രോഫിറ്റ്. അപ്പോൾ 48 ആയിരിക്കും കോസ്റ്റ് പ്രൈസ്. ഇത് 2:1 എന്നുള്ള റേഷ്യോയിൽ മിക്സ് ചെയ്തിട്ട് 7 രൂപയ്ക്ക് വിറ്റു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2:1 എന്നുള്ള റേഷ്യോയിൽ മിക്സ് ചെയ്യുമ്പോൾ ഒന്നിൽ അലിഗേഷൻ ചെയ്യാൻ നമുക്ക് വെയിറ്റഡ് ആവറേജ് ചെയ്യാം. പ്രോഫിറ്റ് പെർസെൻ്റ് അല്ലേ വേണ്ടത്. ഓക്കെ, ഒന്ന് അലിഗേഷൻ ചെയ്തിട്ട് നടുക്കത്തെ വാല്യൂ കണ്ടുപിടിക്കുക. അത് CP ആയിരിക്കും. ആഫ്റ്റർ മിക്സിങ് 70 SP നോക്കിയിട്ട് പ്രോഫിറ്റ് പെർസെൻ്റ് കണ്ടുപിടിക്കാം. അടുത്തൊരു പരിപാടി എന്ന് പറയുന്നത് നിങ്ങളിങ്ങനെ ചെയ്യുക. ടോട്ടൽ CP 60 × 2 + 48 × 1. ഇതാണ് ടോട്ടൽ CP. 70 per kg അല്ലേ? മൊത്തം എത്ര kg ഉണ്ട്? 3 kg. ഇത് CP/SP റേഷ്യോ ആയിരിക്കും. അങ്ങനെ നമുക്കിത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ എഴുതിയല്ലേ ചെയ്യുന്നതെങ്കിൽ 3 വെട്ടി 20, 3 വെട്ടി 16, 40, 56/7 എന്നൊരു CP/SP റേഷ്യോ. 7 വെച്ച് 8, 8, 7 വെച്ച് 8, 10, 8/8 ആണല്ലേ? 2/8 ആണ് പ്രോഫിറ്റ് പെർസെൻറ്റേജ്, അതായത് 25%. ഇനി ഇതുപോലെ ചെയ്യുന്നതെങ്കിൽ ഡിഫറൻസ് 18, സമ്മ് 3, അപ്പോൾ 1 പാർട്ട് 6 എന്ന് വരും. അപ്പോൾ ഇത് സോറി, ഡിഫറൻസ് 12 ആണേ. ഇത് 3, അപ്പോൾ 1 പാർട്ട് 4, അപ്പോൾ ഇത് 8, അപ്പോൾ ഇവിടെ 56 വരും. അപ്പോൾ 56 സാധനം 7 രൂപയ്ക്ക് വിൽക്കും. അങ്ങനെ നമുക്ക് പ്രോഫിറ്റ് പെർസെൻറ്റേജ് കിട്ടും. ഓക്കെ, ഇതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. നമുക്ക് അടുത്തതിലോട്ട് പോവാം. ഇതാണ് നമ്മുടെ നാലാമത്തെ ക്വസ്റ്റ്യൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അതിന് ശേഷം മാത്രം വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കാണാം. അപ്പോൾ ഇത് പറഞ്ഞിരിക്കുന്നത് 64 ലിറ്റർ സ്പിരിറ്റ് ഉണ്ടായിരുന്നു. 8 ലിറ്റർ റിമൂവ് ചെയ്ത് റീപ്ലേസ് വിത്ത് വാട്ടർ 3 times. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ടോട്ടലിൽ നിന്ന് 8 ലിറ്റർ വെച്ച് ഓരോ തവണ സക്സസീവായിട്ട് കുറയും. സ്പിരിറ്റ് ഓരോ തവണ സക്സസീവായിട്ട് കുറയും. വാട്ടർ കുറയും കൂടും ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. 64 ലിറ്റർ എന്നാണ് 8 ലിറ്റർ എടുക്കുന്നത്. അപ്പോൾ 1/8 ഫ്രാക്ഷനിൽ എടുക്കുന്നത്. ബാക്കി എത്രയുണ്ട്? 7/8. നിങ്ങൾ ആ 7/8 വെച്ച് 3 തവണ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇതായിരിക്കും റിമൈനിങ് ക്വാണ്ടിറ്റി ഓഫ് ആൽക്കഹോൾ എന്ന് പറയുന്നത്. ഓക്കെ, സ്പിരിറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്കിനി റിമൈനിങ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ വേണമെങ്കിൽ നിങ്ങൾ ഇത് കണ്ടുപിടിക്കുക.
കിട്ടുന്ന വാല്യൂ 64 നിന്ന് കുറച്ചാൽ റിമൈനിങ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടറായി. അപ്പോൾ ഇതങ്ങ് സോൾവ് ചെയ്യുന്നത്, അതാണ് ആൻസർ. ഇതും ഇത്രയും പോകും. 7 ക്യൂബ് 343/8 4 × 32 4 × 32 23 എത്ര വേണം? 2 വേണം 16. 42 പോയിൻ്റ് ഒരു ഓപ്ഷനല്ലേ ഉള്ളൂ, ഉറപ്പായിട്ട് ഇതായിരിക്കും. ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ. നമുക്ക് അടുത്തിലോട്ട് പോവാം. ഇതാണ് നമ്മുടെ 5ാമത്തെ ക്വസ്റ്റ്യൻ. എല്ലാവരും ട്രൈ നോക്കുക, അതിന് ശേഷം മാത്രം വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കാണുക. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇയാൾ വിൽക്കുന്നത് കോസ്റ്റ് പ്രൈസിൽ തന്നെയാണ്. 20% പ്രോഫിറ്റ്. 20% പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 1/5 അല്ലേ? ഇത് പ്രോഫിറ്റും ഇത് CP ആണ്. ഇയാൾ കോസ്റ്റ് പ്രൈസിൽ തന്നെ വിൽക്കുന്നത് കൊണ്ട് ഇത് അവിടെയുള്ള ഓറഞ്ച് ജ്യൂസും ഇത് അയാൾ ആഡ് ചെയ്ത വാട്ടറും ആയിരിക്കും. അത്രയേ ഉള്ളൂ. അപ്പോൾ വാട്ടർ ടു ഓറഞ്ച് ജ്യൂസ് എത്രയായിരിക്കും? 1:5 ആയിരിക്കും ആൻസർ. ഓക്കെ, അത്രയേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. ക്വസ്റ്റൻ എല്ലാവരും ട്രൈ നോക്കുക, അതിന് ശേഷം മാത്രം വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കാണുക. ഇവർക്കിടയ്ക്കുള്ള ഡിസ്റ്റൻസ് 1.2 കിലോമീറ്റർ. ഇവരുടെ സ്പീഡ് 5ഉം 7ഉം ആണ്. ഇവർ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് ഓടുന്നത്. അപ്പോൾ ഫസ്റ്റ് മീറ്റിംഗ് ടൈം എന്ന് പറയുന്നത് 1.2 കിലോമീറ്റർ ബൈ 12 km/h, അതായത് 0.1 അവർ ആയിരിക്കും. 0.1 അവർ എന്ന് പറഞ്ഞാൽ 6 മിനിറ്റ്. അതിനർത്ഥം ഓരോ 6 മിനിറ്റ് കഴിയുമ്പോൾ ഇവർ മീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെയാണ് ഇവർ 5th ടൈം എപ്പോഴാണ് മീറ്റ് ചെയ്യാന്നല്ലേ? 5th ടൈം മീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ × 5 30 മിനിറ്റ് കഴിയണം. അപ്പോൾ 6:30 ഇവർ മീറ്റ് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോവാവേ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഈ ലൈനിന് പാരലായിട്ടുള്ള ലൈൻ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ലീനിയർ ഇക്വേഷൻ നോക്കി ലൈൻസ് പാരലാണെന്നുള്ള പറയാനുള്ള കണ്ടീഷൻ ഇതാണ്. a1x + b1y + c1 = 0യും a2x + b2y + c2 = 0 ആണ് രണ്ട് ലീനിയർ ഇക്വേഷൻസ് എങ്കിൽ പാരലാണുള്ള കണ്ടീഷൻ ഇതാണ്. a1/a2 = b1/b2 not equal to c1/c2. ഇതാണ് പാരലാണുള്ള കണ്ടീഷൻ. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എടുക്കുക. a1/a2 1 ആണ്, b1/b2 1 ആണ്, c1/c2 5/7 ആണ്. ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ. സോ ഇതാണ് ആൻസർ. വേണമെങ്കിൽ അർത്ഥം കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ a1/a2 3/2, b1/b2 2/3 പറ്റില്ല. മൂന്നാമത്തെ നോക്കുകയാണെങ്കിൽ a1/a2 3/3 1, b1/b2 2/-2, അത് -1 ആണ്, അപ്പോൾ നടക്കില്ല. ലാസ്റ്റത്തേൽ 3/1 2/1 അതിൽ നടക്കുകയോ ഇല്ല. ഇതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. ഓക്കെ, എല്ലാവരും ട്രൈ നോക്കിയതിന് ശേഷം മാത്രം വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കാണുക. എയും ബിയും കോംപ്ലിമെൻ്ററി ആംഗിൾസ് ആണ്. അങ്ങനെയാണെങ്കിൽ സൈൻ ഇത്രയാണെങ്കിൽ ടാൻ ബി എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. എ ബി കോംപ്ലിമെൻ്ററി ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയും ബിയും അല്ല വേണ്ട, a + b = 180 എന്നല്ലേ? അപ്പോൾ b = 180 - a എന്നല്ലേ? ഓക്കെ ആണോ? b = 180 - a. അപ്പോൾ b 180 - a എന്ന് പറയുമ്പോഴത്തേനും ആംഗിൾ സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ കിടക്കത്തില്ലേ? സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ സൈൻ പോസിറ്റീവ് അല്ലേ? 180 ഈവൻ മൾട്ടിപ്പിൾ ഓഫ് 90 ആയതുകൊണ്ട് ക്വാഡ്രൻറ്റ് ചേഞ്ച് ആവത്തില്ല. അപ്പോൾ ഈ സൈനെ നമ്മൾ എടുത്തിട്ടില്ലേ, സൈനെ തന്നെയായിരിക്കും സൈൻ ബിയും. ഓക്കെ ആണോ? അതായത് സൈൻ 180 - θ എന്ന് പറയുന്നത് സൈൻ തീറ്റ തന്നെയാണ്. അപ്പം നിങ്ങൾ ജസ്റ്റ് ഇത് വെച്ചിട്ട് ട്രയാങ്കിൾ വരയ്ക്കുക. സൈൻ എ 3/5 അല്ലേ? അപ്പോൾ ഇത് 4 ആയിരിക്കണ്ടേ? ടാൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ തന്നെയാണ് ബി എന്നങ്ങ് വിചാരിച്ചാൽ മതി. ഓക്കെ, ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് 3/4 ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അതിന് ശേഷം മാത്രം വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കാണുക. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കോസ് സ്ക്വയർ എ ആണ്. നിങ്ങൾ ചെയ്യേണ്ടത് സൈൻ സ്ക്വയർ എനെ 1 - കോസ് സ്ക്വയർ എന്ന് വിളിക്കുക. - കോസ് സ്ക്വയർ = 1/4, 1 - 2 കോസ് സ്ക്വയർ = 1/4, 2 കോസ് സ്ക്വയർ = 1 - 1/4 3/4 എന്ന് വരും. അപ്പോൾ കോസ് സ്ക്വയർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 3/8 ആയിരിക്കും. ഓപ്ഷൻ ബി. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. നമുക്ക് എല്ലാവരും വായിച്ച് നോക്കി ട്രൈ നോക്കാതിന് ശേഷം മാത്രം വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കാണുക. ഇവിടെ ലോസ് ആണ്. അപ്പോൾ നിങ്ങൾ ലോസ് = CP - SP എന്നുള്ള ഇക്വേഷൻ എഴുതുക. ലോസ് = കോസ്റ്റ് പ്രൈസ് ഓഫ് 4 പേൻ. 4 CP ആണ് ലോസ്. കോസ്റ്റ് എന്ന് പറയുന്നത് 10 പേനയുടെ കോസ്റ്റ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ് 300 ആണെന്ന് പറയാം. അപ്പോൾ 6 CP = 300, CP = 50 എന്ന് കിട്ടും. CP 50 ആണ്. ഇനി ഒരു പേനയുടെ SP 30 അല്ലേ? ലോസ് പെർസെൻ്റ് എത്രയായിരിക്കും?
2/5, അതായത് 40% ലോസ് പെർസെൻറ്റേജ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ 10 ക്വസ്റ്റ്യൻസ്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കൺസെപ്റ്റുകളൊന്നും പറയുന്നില്ല കേട്ടോ. കൺസെപ്റ്റുകളെല്ലാം നമ്മുടെ ഇതിൽ പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട്. നിങ്ങളത് ബിഗിനറാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പോയി ബേസിക്സ് എല്ലാം പഠിച്ചിട്ട് വരിക. അതിനുശേഷം മാത്രമേ വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കാണാം. ഓക്കെ, ക്വസ്റ്റ്യൻ എല്ലാവരും വായിച്ച് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം മാത്രമേ വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കാണാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ 2 പാരലൽ കോഡ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ നിന്ന് കറക്റ്റ് 90 ഡിഗ്രി ഒരു വര വരച്ചാൽ കറക്റ്റ് എല്ലാം ബൈസെക്റ്റ് ആയി പോകും. ഈ കഷ്ണം 8, ഈ കഷ്ണം 6 ആയിരിക്കും. ഇവർക്കിടയ്ക്കുള്ള ഡിസ്റ്റൻസ് 2 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. റേഡിയസ് എത്രയാണെന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. നിങ്ങളുണ്ടല്ലോ പൈതഗോറിയൻ നമ്പേഴ്സ് നോക്കിയാൽ മതി. അതായത് ഈ ട്രയാങ്കിളിലും വരുന്ന റേഡിയസ് സെയിം അല്ലേ. 6ലും 8ലും വരുന്ന പൈതഗോറിയൻ നമ്പർ എന്ന് പറയുന്നത് 10 ആണ് അല്ലേ. 10 റേഡിയസ് ഓപ്ഷൻ കിടക്കുന്നുണ്ട്. കൺഫേം ആയിട്ടും അതായിരിക്കും ആൻസർ. ഓക്കെ, നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ 10 വരുന്നതെങ്കിൽ ഈ സൈഡ് എത്ര വരും? 6 വരും. ഓക്കെ, ഇനി ഇവിടെ 6, ഇത് 10 ആണെങ്കിൽ ഇത് എത്ര വരും? 8 വരും. തീർന്നില്ലേ? ഇനി മൊത്തം 10 അല്ലേ. 6ഉം 2ഉം 8, 8ഉം 2ഉം 10. സെറ്റാണല്ലോ റേഡിയസ്. അത്രയേ ഉള്ളൂ. ഓക്കെ, കൂടാതെ നമുക്ക് എല്ലാവർക്കും ടഫസ്റ്റ് ക്വസ്റ്റ്യൻസ് എവർ ആസ്ക്ഡ് ഓൺ SSC CGL Tier 1 നമ്മുടെ 4ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 3 വീഡിയോസ് എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഹെൽപ്ഫുള്ളാണെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നു. സോ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാവേ. ക്വസ്റ്റ്യൻ എല്ലാവരും വായിച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിന് ശേഷം മാത്രം വീഡിയോ നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് കാണാം. ഓക്കെ, അപ്പോൾ ഇത് കോമൺ ടാൻജൻസിൻ്റെ ഇക്വേഷനാണ്, ക്വസ്റ്റ്യനാണ്. ഇത് ഡയറക്റ്റ് കോമൺ ടാൻജൻറ്റ്, ഇത് ട്രാൻസ്വേഴ്സ് കോമൺ ടാൻജൻറ്റാണ്. ഡയറക്റ്റ് കോമൺ ടാൻജൻറ്റ് കിട്ടാനുള്ള ഇക്വേഷൻ √ സെൻറ്റേഴ്സ് കിടക്കുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ മൈനസ് R1 - R2 സ്ക്വയർ m. അതായത് നമ്മുടെ ട്രാൻസ്വേഴ്സ് കോമൺ ടാൻജൻറ്റിൻ്റെ കിട്ടാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് √ C1 C2 സ്ക്വയർ പ്ലസ് ഇത് മൈനസ് തന്നെയാണ്, ബ്രാക്കറ്റിൽ R1 + R2ൻ്റെ സ്ക്വയർ. ഓക്കെ, നമുക്ക് L² + M² തന്നിട്ടുണ്ട്. അപ്പോൾ L² M² ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. L² M² കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ റൂട്ട് അങ്ങ് പോകും അല്ലേ. രണ്ടും ആഡ് ചെയ്യുമ്പോൾ 200 ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, റൈറ്റ് സൈഡ് ആഡ് ചെയ്യുമ്പോഴോ C1 C2 സ്ക്വയറും C1 C2 സ്ക്വയറും അത് തന്നിട്ടുണ്ടോ? നമുക്ക് ഇല്ല. അപ്പോൾ 2 ടൈംസ് ഓഫ് C1 C2 സ്ക്വയർ. ഇനി ഇത് നമ്മളൊന്ന് എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേനും R1² + R2 സ്ക്വയർ 2 നെഗറ്റീവാണ്. ഇവിടെ R1² + R2 സ്ക്വയർ 2 നെഗറ്റീവാണ്. അപ്പോൾ -2 × R1² + R2 സ്ക്വയർ. ഇനി ഒരു 2 R1 R2 വരും. അതിവിടെ നെഗറ്റീവാണ്. ഇവിടെ നെഗറ്റീവാണ്. അത് നെഗറ്റീവ് വരുമ്പോൾ പോസിറ്റീവാകും. ഇവിടെ +2 R1 R2 ഉണ്ട്. ഇത് വരുമ്പോൾ എന്താവും? നെഗറ്റീവായി മാറും. ഓക്കെ, അപ്പോൾ മേളിൽ പോസിറ്റീവും താഴെ നെഗറ്റീവും. അപ്പോൾ ആ ടേം അങ്ങ് പോകും. ഇത് സോൾവ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടത് സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ദ റേഡിയസ് 100 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സാധനം 100 ആണ്. ഓക്കെ, അതായത് -100. 2 എല്ലായിടത്തും വെട്ടിക്കഴിഞ്ഞാൽ 100ആയി. ഈ 2 പോയി, ഇത് പോയി. അപ്പോൾ C1 C2 സ്ക്വയർ = 200 എന്ന് വരും. C1 C2 എന്ന് പറയുന്നത് √200 എത്രയായിരിക്കും ആൻസർ? 10√2. ഇതാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ. നമുക്ക് രണ്ടാമത്തേലോട്ട് പോവാവേ. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. എല്ലാവരും ഒന്ന് ട്രൈ നോക്കിയതിന് ശേഷം മാത്രം വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കാണാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് PQR മിക്സ് ചെയ്തിരിക്കുന്ന റേഷ്യോ 3:5:2 ആണ്. 30 ലിറ്റർ ബ്ലെൻഡ് ഇതിന് മാറ്റും. അപ്പോഴും റേഷ്യോ മാറത്തില്ല. എന്നിട്ട് 12 ലിറ്റർ Pയും 8 ലിറ്റർ Q ആഡ് ചെയ്യും. ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള Q എന്ന് പറയുന്നത് Pനേക്കാളും 20 ലിറ്റർ കൂടുതലാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ Pൻ്റെയും Qൻ്റെ റേഷ്യോ മാത്രം എടുത്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഉള്ള റേഷ്യോ 3:5:2. അതിൽ നിന്ന് 30 ലിറ്റർ മാറ്റിയതിന് ശേഷമുള്ള റേഷ്യോ ആണ് 3:5 എന്ന് വിചാരിക്കുക. അത് 3x ഉം 5x ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇനി
3x കൂടെ 12 ലിറ്റർ ആഡ് ചെയ്യും. 3x കൂടെ 12 ലിറ്റർ ആഡ് ചെയ്യും. 5x കൂടെ 8 ലിറ്റർ ആഡ് ചെയ്യും. ഇപ്പോൾ Q20 മോർ ദാൻ P എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണോ? ഇത് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ 2x = 24, x = എത്ര എന്ന് കിട്ടും? 12 എന്ന് കിട്ടും. ഓക്കെ, അതായത് 30 ലിറ്റർ ബ്ലെൻഡിൽ നിന്ന് മാറ്റിയതിന് ശേഷമുള്ള റേഷ്യോയുടെ 1 പാർട്ടാണ് ഈ 12. അപ്പോൾ ടോട്ടൽ എത്രയുണ്ട്? 5ഉം 3, 8ഉം 2, 10. 10 × 12 120 ലിറ്റർ എടുത്തതിന് ശേഷമുണ്ട്. അപ്പോൾ എടുക്കുന്നതിന് മുമ്പ് എത്രയുണ്ട്? 120 പ്ലസ് എടുത്തത് കിട്ടി. അപ്പോൾ 150 എന്ന് കിട്ടും ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റിനോട്. ക്വസ്റ്റൻ എല്ലാവരും വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, സോറി, വായിച്ചു നോക്കി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിന് ശേഷം മാത്രം വീഡിയോ ബാക്കി കണ്ടാൽ മതി. അപ്പോൾ നമ്മളിത് പറഞ്ഞിരിക്കുന്നത്, നമുക്കൊരു ട്രയാങ്കിളുണ്ട്. അതിൻ്റെ സൈഡ് 3, 4, 5 ആണ്. ഇതിൻ്റെ അകത്ത് സിമിലറായിട്ട് വേറൊരു ട്രയാങ്കിളുണ്ട്. അതിൻ്റെ പെരിമീറ്റർ 6 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ 5, 4, 9, 3, 12 അല്ലേ? അതിൻ്റെ പകുതിയല്ലേ ഇവിടെ വരിക. അപ്പോൾ നമ്മുടെ ചെറിയ ട്രയാങ്കിളിൻ്റെ സൈഡ്സ് എന്ന് പറയുന്നത് ഈ പെരിമീറ്റർ റേഷ്യോ ഹാഫ് ആവല്ലേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സൈഡ്സും ഹാഫ് ആവും, അത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് ആണ്. ഹാഫ് ഇൻറ്റു ഇത് ഇൻറ്റു ഇത്, ഹാഫ് ഇൻറ്റു 3/2 ഇൻറ്റു 4/2. ഓക്കെ, 12/4 3 3ൻ്റെ പകുതി 1.5 എന്നിട്ട് നമുക്ക് ആൻസർ. ഓക്കെ, അടുത്തിലോട്ട് പോവാവേ. ക്വസ്റ്റൻ എല്ലാവരും വായിച്ച് ട്രൈ ചെയ്ത് നോക്കുക. അതിന് ശേഷം മാത്രം വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കാണുക. നമ്മുടെ കയ്യിലൊരു ട്രയാങ്കിളുണ്ട്. ട്രയാങ്കിൾ ABC ആണ്. ഡി പാരലായിട്ട് വരച്ചിട്ടുണ്ട് വിത്ത് ഡി ഓൺ AB ആൻഡ് ഇ ഓൺ AC. ഇനി DECBയുടെ ഏരിയയും മേളത്തെ ട്രയാങ്കിളിൻ്റെ ഏരിയയും തമ്മിലുള്ള റേഷ്യോ 21:4 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം മേളത്തെ ട്രയാങ്കിളിൻ്റെ ഏരിയ 4ഉം താഴത്തെ ഈ പോർഷൻ്റെ ഏരിയ 21 അപ്പോൾ ഫുൾ ട്രയാങ്കിളിൻ്റെ ഏരിയ 25 ആയിരിക്കത്തില്ലേ? നമുക്കറിയേണ്ടത് AD to DB റേഷ്യോ അല്ലേ. ഇനി ഈ രണ്ട് ട്രയാങ്കിൾസും സിമിലർ ആയിരിക്കും, കാരണം ബേസിന് പാരലായിട്ട് അവരെ വരച്ചിരിക്കുന്നത്. സിമിലർ ആണെങ്കിൽ ഇവരുടെ ഏരിയയുടെ റേഷ്യോ 4/25 അല്ലേ. അപ്പോൾ സൈഡ്സിൻ്റെ റേഷ്യോ അതിൻ്റെ സ്ക്വയർ റൂട്ട് ആയിരിക്കും 2:5. അതായത് AD 2ഉം ഇത് മൊത്തം 5 ആയിരിക്കും. അപ്പോൾ AD to DB റേഷ്യോ എത്രയായിരിക്കും? 2:3 ആയിരിക്കും ആൻസർ വരിക. ഓക്കെ, അടുത്തിലോട്ട് പോവാം. ക്വസ്റ്റൻ എല്ലാം വായിച്ച് ട്രൈ ചെയ്തതിന് നോക്കിയതിന് ശേഷം മാത്രം വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കാണാം കേട്ടോ. കഴിഞ്ഞ ക്വസ്റ്റിലെ പോലെ തന്നെ നമുക്കൊരു ട്രയാങ്കിളുണ്ട്. ABC ആണ്. 3 മീഡിയൻസ് വരച്ചിട്ടുണ്ട്. മീഡിയൻ എന്ന് പറയുന്നത് സൈഡ്സിൻ്റെ മിഡ് പോയിൻറ്റ്സിലോട്ട് അപ്പുറത്തെ വെർട്ടെക്സിൽ നിന്ന് വരയ്ക്കുന്ന വരയാണ്. ഓക്കെ, ഈ പോയിൻ്റ് G എന്ന് പറഞ്ഞിട്ടുണ്ട്. ട്രയാങ്കിൾ GAB, ഈ ട്രയാങ്കിളും നമ്മുടെ ഫുൾ ട്രയാങ്കിൾ നമ്മളുടെ ഏരിയയുടെ റേഷ്യോ എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ മീഡിയൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മീഡിയൻസും വരച്ച് കഴിയുമ്പോൾ നമുക്ക് 6 ട്രയാങ്കിൾസ് കിട്ടും. 6 ട്രയാങ്കിൾസിൻ്റെ ഏരിയ ഈക്വൽ എന്നാണ്. അപ്പോൾ GABയുടെ ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ 1 ആണെങ്കിൽ 1, 2 ആയിരിക്കും ഇതിൻ്റെ ഏരിയ. ട്രയാങ്കിൾ ABCയുടെ ഫുൾ ഏരിയ എന്ന് പറഞ്ഞാൽ 6 ആയിരിക്കത്തില്ലേ. അപ്പോൾ GAB to ABC റേഷ്യോ 2:6, അതായത് 1:3 ആയിരിക്കും ആൻസർ. ഓക്കെ, അടുത്തിലോട്ട് പോകും. ക്വസ്റ്റ്യൻ വായിച്ച് ട്രൈ ചെയ്ത് നോക്കിയെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം മാത്രം വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കാണുക എല്ലാവരും. ഓക്കെ, നമ്മുടെ ഒരു സിലിണ്ടർ ഹെമിസ്ഫിയർ ഉണ്ട്. അതിൻ്റെ റേഡിയസ് സെയിം ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. അവരുടെ കമ്പൈൻഡ് ഹൈറ്റ് 30 ആണ്. കമ്പൈൻഡ് ഹൈറ്റ് 30 എന്ന് പറയുമ്പോഴത്തേനും സിലിണ്ടറിൻ്റെ ഹൈറ്റ് Hഉം ഹെമിസ്ഫിയറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് റേഡിയസ് ആണ്. അപ്പോൾ H+R 30 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവരുടെ വോളിയം സീക്വലാണ് റേഡിയസ് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം. സിലിണ്ടറിൻ്റെ വോളിയം എന്ന് പറയുന്നത് πr²H. ഹെമിസ്ഫിയറിൻ്റെ വോളിയം എന്ന് പറയുന്നത് 2/3 πr³. പയ്യും വെട്ടിപ്പോവും. റേഡിയസുകൾ ഈക്വലാന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ r² ഇവിടെ വെട്ടി ഒരു 6 വരും. H/r = 2/3 എന്ന് കിട്ടും. H+R 30 അല്ലേ. അപ്പോൾ ഇത് 12ഉം 18ഉം ആയിരിക്കും. റേഡിയസ് എത്ര വരും? അപ്പോൾ 18. ഓക്കെ, ഇതാണ് നമ്മുടെ ആൻസർ. അടുത്തിലോട്ട് പോവുകയാണെങ്കിൽ ക്വസ്റ്റൻ എല്ലാവരും വായിച്ച് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം മാത്രം വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കാണാം. ഓക്കെ, ഇപ്പോൾ ഇയാൾ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. ഒരാൾ 10 ബോക്സ് മേടിച്ചു, പക്ഷേ 8 ബോക്സിൻ്റെ പൈസ കൊടുത്തോളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കോസ്റ്റ്, സെല്ലിംഗ് പ്രൈസ്, മാർക്ക് പ്രൈസ് എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ബോക്സിന് 1 രൂപ എന്ന് വിചാരിക്കുക. അപ്പോൾ 10 ബോക്സിന് 10 രൂപയാണ്, പക്ഷെ നമുക്കത് 8 രൂപയ്ക്ക് കിട്ടി അല്ലേ. ഇനി ഇയാളത്
ഓരോ ബോക്സും മാർക്ക് പ്രൈസിനേക്കാൾ 2% കുറച്ച് കൊടുക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞത് മേടിച്ച ആളെ സംബന്ധിച്ച് കോസ്റ്റാണ്. ഓക്കെ, ഇയാളുടെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ 2% കുറവ്. 2% എന്ന് പറഞ്ഞാൽ 9.8. അപ്പോൾ എത്രയുണ്ട് പ്രോഫിറ്റ്? 1.8 പ്രോഫിറ്റ്, 8 കോസ്റ്റ് ഇൻറ്റു 100. അപ്പോൾ 150/8 ഇത് ആൻസറാണ്. 8 × 2 16, ബാക്കി 2. 8 × 2 16, ബാക്കി 4. 22.5% പ്രോഫിറ്റ് ഉണ്ട് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്തിലോട്ട് പോവാണ്. ക്വസ്റ്റ്യനെല്ലാം ട്രൈ നോക്കാൻ ശേഷം മാത്രം വീഡിയോ കാണുക. സൈനെ പ്ലസ് കോസെ √2 സൈനയാണ്. ടാനെ എടുക്കാനല്ലേ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് ഈ സൈനേനെ അപ്പുറത്തോട്ട് കൊണ്ടുപോവാം. അപ്പോൾ കോസ ഈസ് ഈക്വൽ ടു √2 - 1 ഇൻറ്റു സൈനെ എന്ന് കിട്ടത്തില്ലേ. ഇതിന് താഴത്തോട്ട് കൊണ്ടുവന്നാൽ സൈനെ ബൈ കോസ ഈസ് ഈക്വൽ ടു 1/√2 - 1 വരും. ഇതല്ലേ ടാനെ. 1/√2 - 1 നമുക്ക് √2 + 1 എഴുതാമല്ലോ. കോഞ്ചുഗേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, കഴിഞ്ഞ വീഡിയോയിലാണെന്ന് തോന്നുന്നു നമ്മൾ കോഞ്ചുഗേറ്റിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്, അതെല്ലാവരും ഒന്ന് കാണാം, അപ്പോൾ അത് മനസ്സിലാവും. ഓക്കെ, അത്രയേ ഉള്ളൂ. അടുത്തിലോട്ട് പോവാണേ. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നമ്മൾ പറഞ്ഞ കൺസെപ്റ്റുകളെല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഞാൻ അധികം ബേസിക്സ് ഒന്നും പറയുന്നില്ല കേട്ടോ. അപ്പോൾ സ്റ്റാർട്ടിങ്ങിലുള്ളവർക്ക് ക്യാച്ച് ചേഞ്ചിട്ട് ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ ബേസിക്സ് എല്ലാം പഠിച്ച് അത്യാവശ്യം പ്രിലിംസ് എല്ലാം എഴുതുന്ന ആ ഒരു ലെവലിലോട്ട് എത്തി നിൽക്കുന്ന ഒരു വീഡിയോ കണ്ടാൽ മതിയാവും. ഓക്കെ, അപ്പോൾ വീണ്ടും എടുത്ത് പറയുവാണേ, എല്ലാവരും പ്രോപ്പറായിട്ട് പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. താങ്ക് യു.